Case of thyroid sickness. Okay. സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും? ഓക്കേടാ, നമ്മുടെ കേസ് സ്റ്റാർട്ട് ചെയ്യാണ്. ഒരു സ്മാൾ കേസാണ്. അപ്പം എന്ത് കേസ് എഴുതുമ്പോഴും നമ്മൾ ഇന്നലെ കുറേ സാധനങ്ങൾ പറഞ്ഞു, ബേസിക് ഫോർമാറ്റ്. ഇപ്പം ഡെമോഗ്രഫിക്ക് നമ്മൾ ആകെ 20 മിനിറ്റ് എടുത്തുള്ള കേസ് മൊത്തം എടുക്കാൻ. അപ്പോൾ ഒരു തൈറോയിഡ് സെല്ലിംഗ് ഉള്ള ഒരു പേഷ്യൻ്റാണ് നമുക്ക് വന്നിരിക്കുന്നത്. 37-year-old ഫീമെയിൽ ആണ്. ഷീസ് എ ഹോം മേക്കർ, റെസിഡന്റ് ഓഫ് ഹരിയാന. ഓക്കെ. സെല്ലിംഗ് ഓവർ ദ ആൻറ്റീരിയർ നെക്ക് സിൻസ് 3 years. സെല്ലിംഗ് ഓവർ ആൻറ്റീരിയർ നെക്ക് എന്ന് പറയേണ്ട, സെല്ലിംഗ് ഇൻ ദ ഫ്രണ്ട് ഓഫ് നെക്ക് ഫോർ 3 years മാത്രം പറഞ്ഞാൽ മതി. ഇനി പേഷ്യന്റിന്റെ മെയിൻ കംപ്ലൈന്റ് എന്താണ്? നെക്കിന്റെ മുമ്പിൽ സെല്ലിംഗ് അല്ലേ? ഓക്കെ. അപ്പം പേഷ്യന്റ് മെയിൻ കംപ്ലൈന്റ് എന്ന് പറഞ്ഞാൽ 3 years മുമ്പ് പേഷ്യന്റ് വേറെ സിംറ്റംസ് ഒന്നും ഇല്ലായിരുന്നു. സോ ഷി വാസ് അപ്പാരന്റ്ലി വെൽ 3 years ago when she noticed a swelling over the middle of the neck since 3 years. അപ്പോൾ സെല്ലിംഗ് എങ്ങനെയാണ്? ഇൻസിഡൻസ് ഇൻ ഓൺസെറ്റ് ആണ്. ഇറ്റ് വാസ് ഒബ്സർവ്ഡ് ബൈ റിലേറ്റീവ് ഓഫ് ഹർ. ഗ്രാജുവലി ദ സൈസ് ബിഗാൻ ടു ഇൻക്രീസ്. നൗ സൈസ് ഇസ് അപ്രോക്സിമറ്റ്ലി 2/2 centimeter ടു കറന്റ് സൈസ് ഓഫ് 4x4 centimeter ഇൻ 3 years. അപ്പോൾ നമ്മൾ സെല്ലിംഗ് പണ്ടൊക്കെ നമ്മളിങ്ങനെ ഷേപ്പ് ഓഫ് എ എന്താ ഗ്രേപ്പ് അല്ലെ സൈസ് ഓഫ് എ ഗ്രേപ്പ് ഇങ്ങനെയൊക്കെ പറയായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ അങ്ങനൊന്നും പറയാറില്ല. ഇപ്പം നമ്മൾ എപ്പോഴും സെല്ലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ വി ഷുഡ് സേ ദാറ്റ് ഇറ്റ് വാസ് അറൌണ്ട് 1 or 2 centimeter in size. Now it became 4 to 5 centimeter. അപ്പോൾ അതാണ് സെല്ലിങ്ങിൻ്റെ ഹിസ്റ്ററി പറയുമ്പോൾ ഇമ്പോർട്ടൻറ്റ്. പിന്നെ സെല്ലിങ്ങിന് അസോസിയേറ്റഡ് പെയിൻ ഉണ്ടോ, അത് ഫീവർ ഉണ്ടോ, റാപ്പിഡ് ഇൻക്രീസ് ഇൻ സൈസ് സെല്ലിംഗ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കണം. അപ്പം പേഷ്യൻ്റ് എന്തുണ്ടായിരുന്നു? ദർ ഇസ് എ ഹിസ്റ്ററി ഓഫ് ദർ ഹാസ് ബീൻ നോ ഹിസ്റ്ററി ഓഫ് ഫീവർ, പെയിൻ, റാപ്പിഡ് ഇൻക്രീസ് ഇൻ സൈസ് ഓഫ് സെല്ലിംഗ്. ദർ ഇസ് നോ അതർ ഹിസ്റ്ററി ഓഫ് സെല്ലിങ്സ് ഇൻ ദ നെക്ക്. ഇത്രയും ഹിസ്റ്ററി നമ്മൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുക? ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ സെല്ലിംഗ് എവിടുന്ന് ഉണ്ടായെന്ന് മനസ്സിലാവും. അപ്പം നമ്മുടെ ഫ്രണ്ട് ഓഫ് നെക്കിൽ തൈറോയിഡ് ഗ്ലാൻഡിൽ ഉള്ളത്. അപ്പോൾ തൈറോയിഡ് ഗ്ലാൻഡിൽ ഒരു സെല്ലിംഗ് ആണെന്ന് മനസ്സിലാവും. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ എന്തിനാ പെയിൻ ചോദിച്ചത്? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് പെയിൻ്റെ ഹിസ്റ്ററി ചോദിച്ചത് തൈറോയിഡ് സെല്ലിങ്ങിൽ? നിങ്ങൾ പറയാവോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ സ്ലൈഡ് നോക്കുന്നു. ഇൻഫ്ലമേറ്ററി സ്വെല്ലിംഗ്. ആ ഓക്കെ. ഇൻഫ്ലമേഷൻ ആവാം, അല്ലെങ്കിൽ മാലിഗ്നൻ സെല്ലിംഗ് ആണെങ്കിൽ നെർവ് ഇൻഫിൽട്രേഷൻ വരും, പെയിൻ വരാം. പിന്നെ റാപ്പിഡ് ഇൻക്രീസ് ഇൻ സൈസ് എന്തിനാണ് ചോദിക്കുന്നത്? റാപ്പിഡ് ഇൻക്രീസ് ഇൻ സൈസ് നോർമലി ബ്ലീഡിംഗ് ഇൻ സെല്ലിങ്ങിന്, ഹെമറേജ് ഇൻ സെല്ലിങ്. സഡൻ ഇൻക്രീസ് ഇൻ സൈസും റാപ്പിഡ് ഇൻക്രീസ് ഇൻ സൈസും ഉണ്ട്. സഡൻ ഇൻക്രീസ് ഇൻ സൈസ് എപ്പോഴാണ് ചോദിക്കുക? പേഷ്യന്റിന് തൈറോയിഡിൽ ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോഴാണ്. റാപ്പിഡ് ഇൻക്രീസ് ഇൻ സൈസ് എപ്പോഴാണ് ചോദിക്കുന്നത്? അതാണ് സഡനും റാപ്പിഡ് നമ്മൾ. സഡൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകും, അത് ബ്ലീഡിംഗ് ഉണ്ടാകുമ്പോഴാണ്. റാപ്പിഡ് ഇൻക്രീസ് ഇൻ സൈസ് പറഞ്ഞാൽ കുറച്ച് ദിവസമായിട്ട് സൈസ് കൂടുന്നത്, അത് നമ്മൾ മാലിഗ്നൻസിയുടെ ഒരു ഫീച്ചർ, റാപ്പിഡ് ഇൻക്രീസ് ഇൻ സൈസ്. ഓക്കെ. പിന്നെ ഫീവർ എന്തിനായിരിക്കും? തൈറോയിഡൈറ്റിസിന്റെ ഫീച്ചർ ആയിരിക്കും. പേഷ്യന്റ് തൈറോയിഡൈറ്റിസ് ഒക്കെ ഉണ്ടെങ്കിൽ ഫീവർ വരാം. അപ്പോൾ നെക്ക് സെല്ലിംഗ് ചോദിച്ചിട്ട് എപ്പോഴും അസോസിയേറ്റഡ് സെല്ലിങ്സ് വേറെ പോലെ, നോ അതർ സെല്ലിങ്സ് ഇൻ നെക്ക്. ഇപ്പം പാപ്പുലറി തൈറോയിഡ് ക്യാൻസറിൻ്റെ ഒക്കെ കേസ് ആണെങ്കിൽ എന്ത് പറ്റും? നോർമലി അവർക്കൊരു ലിംഫ് നോഡും കൂടെ കാണും. അപ്പം അതുകൊണ്ട് അങ്ങനെ പ്രസന്റ് ചെയ്യാൻ വേണമെങ്കിൽ, അതുകൊണ്ട് നമുക്ക് എപ്പോഴും അസോസിയേറ്റഡ് നെക്ക് സെല്ലിങ്സ് റൂൾ ഔട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തൈറോയിഡ് സൊലറ്റിനോട് തൈറോയിഡിന്റെ കേസിൽ എപ്പോഴും ചോദിക്കണം എന്ന് പറഞ്ഞാൽ സെല്ലിങ്ങിന് ഹിസ്റ്ററി ചോദിക്കണം, പിന്നെ അസോസിയേറ്റഡ് ആയിട്ടുള്ള വേറെ സെല്ലിങ്സ് കൂടെ ഉണ്ടോ ചോദിക്കണം. മനസ്സിലായോ? ഞാൻ വേറെ ഒരു അടുത്ത സ്ലൈഡ് വരാം. ഇനി സെക്കൻഡ് ചോദിക്കുന്ന സിംറ്റം എന്തായിരിക്കും പേഷ്യന്റിനോട്? ഇൽനെസ്സിനകത്ത് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി കൊണ്ടോ ചോദിക്കണം. ബ്രീത്തിങ് ഡിഫിക്കൽട്ടി എപ്പോഴാണ് ചോദിക്കുന്നത്? നമ്മൾ ഈ സ്വെല്ലിങ്ങിന് റിട്രോസ്റ്റേണൽ എക്സ്റ്റൻഷൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ഫീച്ചറായിട്ട് വരാം. അപ്പോൾ റിട്രോസ്റ്റൽ എക്സ്റ്റൻഷൻ റൂൾ ഔട്ട് ചെയ്യുമ്പോൾ ബ്രീത്തിങ് ഡിഫിക്കൽട്ടി ചോദിക്കും. ഇനി ഡിസ്ഫേജിയ, ഡിഫിക്കൽട്ടി ഇൻ സോളോയിങ് പറയുന്നത് എപ്പോഴായിരിക്കും? ഈ ഇങ്ങനെയുള്ള കണ്ടീഷൻസിലാണ്, റിട്രോസ്റ്റൽ എക്സ്റ്റൻഷൻ വരുമ്പോഴത്തേക്കാണ്. പിന്നെ ചേഞ്ച് ഇൻ വോയിസ് ഡ്യൂറിങ് ദിസ് പീരിയഡ്, അത് നോർമലി റിട്രോസ്റ്റൽ എക്സ്റ്റൻഷനിൽ വരാം. പിന്നെ മാലിനൻസി കാരണം ലാരിഞ്ചൽ നെർവ് ഇൻവോൾവ് ആകുമ്പോഴൊക്കെ ചേഞ്ച് ഇൻ വോയിസ് വരാം. മനസ്സിലായോ? പിന്നെ മൂന്നാമത്തെ സിംറ്റം എന്തായിരിക്കണം? അപ്പോൾ ഫസ്റ്റ് സ്വെല്ലിങ്ങിനെ കുറിച്ച് ചോദിച്ചു, അൺഅസോസിയേറ്റഡ് സ്വെല്ലിങ്സ് അതിൻ്റെ കൂടെയുള്ള അസോസിയേറ്റഡ് കണ്ടീഷൻ. സെക്കൻഡ് കമ്പർസീവ് സിംറ്റംസ് ചോദിച്ചു. തേർഡ് സിംറ്റംസ് എപ്പോഴും എന്തായിരിക്കണം? സിംറ്റംസ് ഓഫ് ഹൈപ്പോ ഓർ ഹൈപ്പർ തൈറോയിഡിസം. ഹൈപ്പോ ഓർ ഹൈപ്പർ തൈറോയിഡിസം ഉണ്ടോ എന്ന് ചോദിച്ചിരിക്കണം. മൂന്ന് മെയിൻ സിംറ്റംസ് ആയല്ലോ. ഇനി നമ്മൾ ഒരു പാസ് ഹിസ്റ്ററിയിൽ ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ് ഹിസ്റ്ററി ഓഫ് ഇറേഡിയേഷൻ ടു ഹെഡ് ആൻഡ് നെക്ക്. എപ്പോഴും നമ്മൾ ഹിസ്റ്ററിയിൽ ചോദിച്ചിരിക്കണം. പ്രസന്റ് ഹിസ്റ്ററി തന്നെ വയ്ക്കണം, പാസ്റ്റിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഹിസ്റ്ററി സെൻസിറ്റീവ്, പിന്നെ മെറ്റാസ്റ്റാസിസ് ചോദിക്കാം. അതെങ്ങനെ? തൈറോയിഡിൽ എങ്ങനെ മെറ്റാസ്റ്റാസിസ് ഹിസ്റ്ററി പറയാം? ഇപ്പം പാപ്പുലറി തൈറോയിഡ് ലിംഫ് നോഡ് സെല്ലിംഗ് ആയിട്ടല്ലേ പോവാം. അപ്പോൾ ലിംഫാറ്റിക് മെറ്റാസ്റ്റാസിസ്, അപ്പോൾ ഇനി നെക്സ്റ്റ് സെല്ലിങ്ങോ വേറെ എവിടെയെങ്കിലും സെല്ലിങ്സ് ഉണ്ടെന്ന് പറയാം. പിന്നെ ഫോളിക്കുലർ ക്യാൻസർ കൂടുതലും ബ്ലഡ് സ്പ്രെഡ് ആയിരിക്കുമല്ലോ, അതുകൊണ്ട് നമുക്ക് അവിടെ ബോൺ പെയിന് അല്ലെങ്കിൽ നെക്ക് പെയിന്, ലിവർ പെയിൻ, ജോണ്ടിസ് ഇങ്ങനെയൊക്കെ ആയിട്ടൊക്കെ റെയർ കേസിൽ ചോദിക്കും. ജോണ്ടിസ് നോർമലി നമ്മൾ തൈറോയിഡിസ് ചോദിക്കാറില്ല. ജോണ്ടിസ് പലരും ചോദിച്ചിട്ടുണ്ട്. ജോണ്ടിസ് എപ്പോഴാണ് നമ്മൾ തൈറോയിഡിസിൽ ചോദിക്കുക? ജോണ്ടിസ് ചോദിക്കുന്നത് പറഞ്ഞാൽ ഈ മിക്ക തൈറോയിഡ് പേഷ്യൻസും ഹൈപ്പോ തൈറോയിഡ് ആയിരിക്കാം നമുക്ക് കിട്ടുന്ന കേസസ്. അപ്പോൾ അവരൊക്കെ ആണെങ്കിൽ ആന്റി തൈറോയിഡ് ഡ്രഗ്സ് എടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ആന്റി തൈറോയിഡ് ഡ്രഗ്സിന്റെ ഒരു കോംപ്ലിക്കേഷൻ ആണ് എന്ത്?
ഇത് കോളിസ്റ്റാറ്റിക് ജോണ്ടിസ്. അപ്പോൾ ആന്റിതൈറോയ്ഡ് ഡ്രഗ്സ് എടുക്കുന്ന പേഷ്യൻസിൽ കോളിസ്റ്റാറ്റിക് ജോണ്ടിസ് കാണും. അതുകൊണ്ട് നമ്മൾ ജോണ്ടിസ് ലിസ്റ്റ് അവരിൽ ചോദിക്കണം. പെർസെ തൈറോയിഡ് മെറ്റാസ്റ്റാറ്റിക് തൈറോയിഡ് ക്യാൻസർ മെറ്റാസ്റ്റാറ്റിക് ഇൻറ്റു ലിവർ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര റയർ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് മെറ്റാസ്റ്റാറ്റിക് ഹിസ്റ്ററിയിൽ ചോദിക്കേണ്ടത്. പിന്നെ പാസ് ഹിസ്റ്ററിയിൽ നമ്മൾ ചോദിക്കുന്നത് പറഞ്ഞാൽ കോമോബിഡിറ്റീസ് ചോദിക്കണം, ഇനി അതർ സർജറീസ് ഉണ്ടായിരുന്നു, ഇനി ഗോയിട്രോജനിക് ഡ്രഗ് ഇൻടേക്ക് ഉണ്ടെന്ന്. അപ്പം ചില ഡ്രഗ്സ് എടുക്കുമ്പോൾ നമുക്ക് ഗോയിറ്റേഴ്സ് ഉണ്ടാകും. അപ്പോൾ ഏതൊക്കെ ഡ്രഗ്സാ ഗോയിട്രോജനിക്ക്? ആരെങ്കിലും ഒരു ഗ്രൂപ്പിൽ ടെസ്റ്റ് ചെയ്തേരെ, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി മെൻസ്ട്രുവൽ ഒബ്സ്ട്രറ്റിക് ഹിസ്റ്ററി എന്തായാലും ചോദിച്ചിരിക്കണം. മിക്ക പേഷ്യൻസിന് ഹൈപ്പർ തൈറോയിഡിസം വരുമ്പോൾ അമനോറിയോ മെനോറജിക്ക് വരാം. അപ്പോൾ ആ ഫീച്ചേഴ്സ് ഒക്കെ റൂൾ ഔട്ട് ചെയ്യുമ്പോൾ നമ്മൾ മെൻസ്ട്രുവൽ ലിസ്റ്റ് ചോദിച്ചിരിക്കണം. ഓക്കെ, പേഴ്സണൽ ഹിസ്റ്ററിയിൽ ഈ പേഷ്യൻറ്റിന് മിക്സ്ഡ് ഡയറ്റ് ആയിരുന്നു, അപ്പറ്റൈറ്റിന് അതൊക്കെ ചേഞ്ച് ഇല്ല, സ്ലീപ്പ് എടുക്കണം, ബ്ലാഡർ ആൻഡ് ബവൽ ഹാബിറ്റ്സ് നോർമലാണ്, ഹിസ്റ്ററി ഓഫ് സബ്സ്റ്റൻസസ് ഒന്നും ഇല്ല. ഫാമിലി ഹിസ്റ്ററി എടുക്കുമ്പോഴും തൈറോയിഡ് ക്യാൻസർ, ബ്രദറിൻ്റെ സണ്ണിന് തൈറോയിഡ് ക്യാൻസർ ഉണ്ടായിരുന്നു, വേറെ ഒരു തൈറോയിഡ് സെല്ലിങ്സും ഇവർക്കില്ല. മനസ്സിലായി? അപ്പോൾ ഫാമിലി ഹിസ്റ്ററിയിൽ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഉണ്ടെന്ന് പറഞ്ഞാൽ ബ്രദറിൻ്റെ സണ്ണിന് ഒരു തൈറോയിഡ് ക്യാൻസർ ഉണ്ടായിരുന്നുള്ളതാണ്. ഇപ്പോൾ സമ്മറി എന്താ? 37-year-old ഫീമെയിൽ ആണ്, ഒരു പെയിൻലെസ് സ്ലോലി പ്രോഗ്രസീവ് സ്വെല്ലിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് ദി നെക്ക് സിൻസ് 3 years വിത്ത് നോ ഫീച്ചർ സജസ്റ്റീവ് കംപ്രഷൻ ഓഫ് അഡ്ജസൻറ്റ് സ്ട്രെച്ചസ്, ഹൈപ്പർ തൈറോയിഡ്സ് ഫീച്ചേഴ്സ് ആൻഡ് നോ സജസ്റ്റീവ് സിൻഡം സജസ്റ്റീവ് ഓഫ് മെറ്റാസ്റ്റാസിസ്. ഇങ്ങനെയാണ് നമ്മുടെ ഹിസ്റ്ററി വരുന്നത്. അപ്പം ഈ ഹിസ്റ്ററി കേട്ടിട്ട് നിങ്ങൾക്ക് ഡയഗ്നോസിസ് ആർക്കെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറയാൻ പറ്റുമോ? ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. കൊല്ലം തിരുവനന്തപുരം സൈഡിലേക്ക് ഏറ്റവും കൂടുതൽ കാണുന്ന പേഷ്യൻസ് ആണ് ഇങ്ങനെ വരുന്നത്. 37-year-old 40-year-old ഫീമെയിൽ, പെയിൻലെസ് സ്ലോലി പ്രോഗ്രസീവ് സ്വെല്ലിംഗ് ഇൻ ഫ്രണ്ട് ഫോർ 3 to 4 years, no compressive features, no hyperthyroidism, no metastatic symptoms. ഡയഗ്നോസിസ് എന്തായിരിക്കും? പറ, ഇതിന്റെ ഡയഗ്നോസിസ് എന്താ? ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ് ആരെങ്കിലും പറ. ചാറ്റ് ഇടുന്നുണ്ടോ? ഒരു മിനിറ്റ്. മൾട്ടി നോഡൽ ഗോയിറ്റർ എന്ന് പറയാൻ പറ്റുമോ? സോളിറ്ററി നൊഡ്യൂൾ ഗോയിറ്റർ അല്ലേ ഇപ്പൊ ഇവിടെ? കാരണം 37-year-old ഫീമെയിൽ ആണ്, പെയിൻലെസ് സ്ലോലി സെല്ലിംഗ് ആണ്, നോ ഫീച്ചേഴ്സ് സജസ്റ്റീവ് കമ്പറേഷൻ ഓഫ് അഡ്ജസൻറ്റ് സ്ട്രെച്ചസ്, ഹൈപ്പർതൈറോയിഡിസം. അപ്പോൾ സിംഗിൾ സെല്ലിംഗ് ആയിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഗോയിറ്റർ എന്ന് പറയാം തൽക്കാലം. ഓക്കെ, അല്ലെങ്കിൽ നൊഡ്യൂൾ ഓഫ് തൈറോയിഡ് എന്ന് പറയാം. ഗോയിറ്റർ എന്ന് നൊഡ്യൂൾ എന്ന് പറയാം. അതിന് മൾട്ടി ആണോ സിംഗിൾ ആണോ നമുക്ക് പിന്നീട് എക്സാം ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ജസ്റ്റ് നമ്മൾ ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ മതി ഒരെണ്ണം. ഓക്കെ, അപ്പം നമ്മൾ നമ്മുടെ പേഷ്യൻറ്റിനെ നോക്കുകയാണ്. ഇതാണ് ആ പേഷ്യൻറ്റ്. പേഷ്യൻറ്റിൻ്റെ കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോയിൽ ആരും കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? വീഡിയോ പ്ലേ ആവുന്നുണ്ടെങ്കിൽ ഒന്ന് പറ, അൺമ്യൂട്ട് ചെയ്തിട്ട് അങ്ങനെ ഒന്ന് പറഞ്ഞേ. ആ കാണാം കാണാം. കാണാമല്ലോ, ശരി ശരി. എടാ, നിങ്ങൾ എന്തുണ്ടെങ്കിലും അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കണേ, എങ്കിലേ എനിക്ക് അറിയാൻ പറ്റും നിങ്ങളുണ്ടെന്ന്. കാണാമല്ലോ. അപ്പം നിങ്ങൾ കോമൺ ആയിട്ട് കാണുന്നതാണ്. അപ്പം ഇവിടെ നിങ്ങൾ എന്താണ് കാണുന്നത്? ഇൻ ഫ്രണ്ട് ഓഫ് നെക്കിൽ ഒരു സെല്ലിംഗ് ഉള്ള ഒരു ഫീമെയിൽ ലേഡി വന്നേക്കുന്നു. അപ്പം ഈ സെല്ലിങ്ങിനെ നിങ്ങൾക്കൊന്ന് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഈ സെല്ലിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് പലർക്കും പറയാൻ പറ്റും ഇറ്റ്സ് എ ഗോയിറ്റർ. ഓക്കെ, ഇതിൻ്റെ ഡയഗ്നോസിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ഗോയിറ്റർ. ഇനി അതൊരു സിംഗിൾ നൊഡ്യൂളായിട്ടാണ് നോർമലി ഇപ്പോൾ മുമ്പിൽ കാണുന്നത്. അപ്പോൾ വി ക്യാൻ സേ ഇറ്റ് ഇസ് എ സോളിറ്ററി തൈറോയിഡ് നൊഡ്യൂൾ എന്ന് പറയാം അല്ലേ? അപ്പോൾ ഇറ്റ് ഇസ് എ സോളിറ്ററി തൈറോയിഡ് നൊഡ്യൂൾ. പിന്നെന്താ പറയാൻ പറ്റുന്നത്? ഇത് എവിടെ നിന്നാണ് വന്നിരിക്കുന്നത്? മിഡ് ലൈൻ ആണ്. അപ്പം മിഡ് ലൈൻ ആകുമ്പോൾ മോസ്റ്റ്ലി ഇതിൻ്റെ ഒറിജിൻ എന്തായിരിക്കും? ഇസ്തമസ് ഓഫ് തൈറോയിഡ് എന്ന് പറഞ്ഞൊരു നൊഡ്യൂൾ ആവാം. അപ്പോൾ ഈ ഒരു 3-4 പോയിന്റ്സ് നമുക്ക് ഈ പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ? ഓക്കെ, ഇനി നമ്മൾ എക്സാമിനേഷന് പോവാം. ഫിസിക്കൽ എക്സാമിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് പേഷ്യൻറ്റിനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എന്താ നോക്കുക? ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെച്ചാൽ ഫീമെയിൽ പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ എപ്പോഴും ഒരു ഫീമെയിൽ അറ്റൻഡർ കൂടെ വേണം എന്ന് പറയും. മെയിൽ പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ ദർ ഷുഡ് ബി മെയിൽ അറ്റൻഡൻറ്റ്. എപ്പോഴും ഒരു ഫാമിലി മെമ്പറിനെ ഉപയോഗിച്ച് എക്സാം ചെയ്യാനാണ് നമുക്ക് നല്ലത്. അപ്പോൾ ദർ ഷുഡ് ബി എ ഫീമെയിൽ ഓർ എ മെയിൽ chaperone with the patient, whether it is male or female, and he should be examined or she should be examined in a well-lit room with adequate exposure in presence of a family attendant. അപ്പോൾ പേഷ്യൻ്റ് ഇസ് കോപ്പറേറ്റീവ്, അലർട്ട്, ഹൈറ്റ്, വെയിറ്റ്, BMI. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പെർഫോമൻസ് സ്റ്റാറ്റസ്, കർണോസ്കി പെർഫോമൻസ് സ്റ്റാറ്റസ്. ഇന്നലെ ഞാൻ പറഞ്ഞു, ഓർമ്മയുണ്ടോ? കർണോസ്കിയും ECOGയും ഇവർക്ക് പാലർ പിന്നെ പിക്കിൾ ഇല്ലാന്ന് എഴുതാം. ഭയങ്കര സിമ്പിൾ ആണ് സർജറിയിലെ എക്സാമിനേഷൻ. ആകെ ഒരു ഹിസ്റ്ററി എന്നുള്ള ഒരു സാധനം 3-4 പേജ് എഴുതണം. 3-4 ഹെഡിങ്ങിൽ ഹിസ്റ്ററി എഴുതണം.
പ്രസന്റിങ് സിംറ്റംസിൽ മൂന്നാല് പാരഗ്രാഫായിട്ട് ഹിസ്റ്ററി എഴുതുക. അത് കഴിഞ്ഞാൽ പിന്നെ വേറെ ഒന്നും റെലവെന്റ് ഹിസ്റ്ററീസ് ഒന്നുമില്ല. പിന്നെ ഒരു സമ്മറി ഓഫ് ഹിസ്റ്ററി എഴുതുക, പ്രൊഫഷണൽ ഡയഗ്നോസിസ് പറയുക, പിന്നെ ഫിസിക്കൽ എക്സാമിനേഷനിൽ പിക്കുകൾ ഉണ്ടോ എന്ന് നോക്കുക, പിന്നെ പെർഫോമൻസ് സ്റ്റാറ്റസും BMI എഴുതുക. അപ്പൊ ഇതാണ് ECOG. ECOG എല്ലാവർക്കും അറിയാവോ? ECOGയുടെ ഫുൾ ഫോം എന്താ? ഈസ്റ്റേൺ കോപ്പറേറ്റീവ് ഓൺകോളജിക്കൽ ഗ്രേഡിംഗ് ആണ്. യൂറോപ്യൻ അല്ല കേട്ടോ. അപ്പൊ ഈസ്റ്റേൺ കോപ്പറേറ്റീവ് ഓൺകോളജിക്കൽ ഗ്രേഡിംഗ് ആണ്. അപ്പൊ മാലിഗ്നൻസി ഉണ്ടെങ്കിൽ നമ്മൾ ECOG വെച്ചാൽ പറയേണ്ടത്. ഇപ്പൊ ഞാനും നിങ്ങളും എല്ലാം ഫുള്ളി ആക്റ്റീവ് അല്ലേ? വി ആർ ഏബിൾ ടു ക്യാരി ഓൺ ഓൾ പ്രീ ഡിസീസ് പെർഫോമൻസ് വിതൗട്ട് റെസ്ട്രിക്ഷൻ. അപ്പൊ നമ്മളെല്ലാം ECOG 0 ആണ്. പക്ഷേ നമ്മൾ ഡെത്ത് ആയി നമ്മൾ ECOG 5 എന്ന് പറയും. ഇനി ECOG 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? സ്ട്രെയിനസ് ആയിട്ട് ചെയ്യാൻ ഡിഫിക്കൽട്ട് ഉള്ളവരാണ് ECOG 1. അപ്പം നമുക്ക് എടുത്ത മിക്ക പേഷ്യൻസ് ECOG 1 or 2 ആയിരിക്കും. 2 എന്ന് വെച്ചാൽ ആംബുലേറ്ററി ആയിരിക്കും, പക്ഷെ അവർക്ക് മോർ ദാൻ 50% ഓഫ് ടൈമിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ കൂടുതൽ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല. 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ലെസ് ദാൻ 50% ടൈമിൽ അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റാത്തവരാണ് 3. പിന്നെ കംപ്ലീറ്റ്ലി ഡിസേബിൾ ആണ് 4. ഡെത്ത് ആണ് 5. അപ്പോൾ ECOG എപ്പോഴും ഈ ഒരു സ്ഥലത്ത് വരുമ്പോൾ ECOG കർണോസ്കീം എടുത്തു വയ്ക്കും. അതുകൊണ്ട് ഇത് നന്നായിട്ട് പഠിക്കണം. ഈസ്റ്റേൺ കോപ്പറേറ്റീവ് ഓൺകോളജി ഗ്രൂപ്പിൻ്റെയാണ് ECOG സ്റ്റേജിങ്. അപ്പോൾ ഇതെല്ലാവരും പഠിച്ചിട്ട് പോവുക. ഇതാണ് ഫസ്റ്റ് നിങ്ങളുടെ സർജറിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ചോദിക്കാൻ പറ്റുന്നത് പെർഫോമൻസ് സ്റ്റാറ്റസ് ECOG. ഓക്കെ. അപ്പം നമ്മുടെ പേഷ്യൻ്റ് അപ്പം ഈ ഒരു ഹിസ്റ്ററി കേസസ് മിക്കവാറും 1 ആയിരിക്കാം. റെസ്ട്രിക്റ്റഡ് ഫിസിക്കൽ സ്ട്രെയിനസ് ആക്ടിവിറ്റി ബട്ട് ആംബുലേറ്ററി ആൻഡ് ഏബിൾ ടു ക്യാരി ഔട്ട് വർക്ക് ഓഫ് എ ലൈറ്റ് ഓഫ് സെഡൻറ്ററി നേച്ചർ. മനസ്സിലായോ? ഇനി അടുത്തെന്ന് പറയുന്നത് കർണോസ്കി വെച്ച് നോക്കുമ്പോൾ പേഷ്യന്റിന് 100 എന്ന് പറഞ്ഞാൽ നോർമൽ ആയിരിക്കും. കംപ്ലൈൻസ് ഒന്നും ഇല്ലെങ്കിൽ വി ക്യാൻ സേ ഇറ്റ് ഇസ് കർണോസ്കി 100. ഇവിഡൻസ് ഓഫ് ഡിസീസ് ഒന്നും ഇല്ല. 90 എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് സിംറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ 90. അപ്പോൾ ഈ പേഷ്യന്റിന് നമുക്ക് കർണോസ്കി 90 എന്ന് പറയാം. 80 എന്ന് പറഞ്ഞാൽ സം സയൻസ് സിംറ്റംസ് ഉണ്ട്, മൈനർ സയൻസ് ഉണ്ടെങ്കിൽ 90. അപ്പോൾ 98 ഒക്കെ ആയിരിക്കും നമ്മൾ കാണുന്ന തൈറോയിഡ്, നെക്ക് സ്വെല്ലിങ്സ് ഒക്കെ. 70, 60, 50 നമ്മൾ കാണുന്ന അബ്ഡമൻ കേസസ് ആയിരിക്കും. സെൽഫ് കെയർ ഉണ്ട് ബട്ട് അൺഎബിൾ ടു കാരി നോർമൽ ആക്ടിവിറ്റി. അബ്ഡമൻ ലംബ് ആയിട്ടൊക്കെ വരുന്ന പേഷ്യൻസ് 70 ഒക്കെ ആയിരിക്കും. സോഷ്യൽ അസിസ്റ്റൻസ്, ഒക്കേഷണൽ അസിസ്റ്റൻസ് ഒക്കെ വേണം, അതാണ് 60. പിന്നെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എപ്പോഴും നമ്മുടെ കൂടെ ഒരാൾ വേണമെങ്കിൽ ഇത് 50. അപ്പോൾ 50 എന്ന് വെച്ചാൽ 50-50 എന്ന് ഓർത്താൽ മതി. പകുതി അങ്ങനെ പകുതി എപ്പോഴും കൂടെ ഒരാൾ വേണം. 40 എന്ന് പറഞ്ഞാൽ പേഷ്യൻ്റ് ഇസ് ഡിസേബിൾഡ്. അപ്പോൾ ഡിസേബിൾഡ് എപ്പോഴും ബെറ്റർ ആണ്. 30 എന്ന് വെച്ചാൽ സിവിയർലി ഡിസേബിൾഡ് ആണ്, ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വരും. 20 ആകുമ്പോൾ വെരി സിക്ക്, 10 ആകുമ്പോൾ മോറി ബോണ്ട്, ഏത് നിമിഷം മരിച്ചോ. 0 ആകുമ്പോൾ ഡെത്ത്. അപ്പോൾ ഈ 2 സാധനങ്ങൾ പഠിച്ചിട്ട് പോവുക. ഇതേ കൂട്ട് പറയുകയാണെങ്കിൽ നല്ല സ്കോറും കിട്ടും. അതുകൊണ്ട് കർണോസ്കിയും ECOG എല്ലാവരും പഠിച്ചിട്ട് വരാം. ഓക്കെ, ഒരു മിനിറ്റ്. ഇനി ഫിസിക്കൽ എക്സാമിനേഷനിൽ നമ്മൾ എല്ലാ കേസിലും സർജറിയിൽ BP, പൾസ്, റെസ്പിറേറ്ററി ടെമ്പറേച്ചർ എല്ലാം ബേസിക് എഴുതിയാൽ മതി. ഞാൻ പറഞ്ഞാൽ ഇന്നലെ നമ്മൾ ഇതിലും മാത്രം എന്തിലാണ് എഴുതേണ്ടത്? POVD കേസസിൽ മാത്രമേ പൾസ് എക്സാമിനേഷൻ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എഴുതേണ്ട ആവശ്യമുള്ളൂ. അല്ലാത്ത കേസസിലെല്ലാം പൾസ് റേറ്റ്, എത്ര മിനിറ്റിലാണ്, റെഗുലർ റിതം, വോളിയം അത്രയും മാത്രം പറഞ്ഞാൽ മതി. മനസ്സിലായോ? BP 130/80 ഇൻ റൈറ്റ് അപ്പർ ആം പൊസിഷൻ, സിറ്റിംഗ് പൊസിഷൻ അങ്ങനെയൊക്കെ പറയാം. റെസ്പിറേറ്ററി റേറ്റ് ഫീമെയിൽസ് ആണെങ്കിൽ തൊറാക്കോ അബ്ഡോമിനൽ ആയിരിക്കാം, അല്ലേ? മെയിൽസിന് അബ്ഡോമിനോ തൊറാസിക് ആയിരിക്കും. ടെമ്പറേച്ചർ 98.6. ഇതൊക്കെ പെട്ടെന്ന് ടൈം ഇല്ല, അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എഴുതണം ഇതെല്ലാം. പിന്നെ BP ഒക്കെ മെഷർ ചെയ്യണം കേട്ടോ. BP അപ്പാരറ്റസ് ഉണ്ടെങ്കിൽ മെഷർ ചെയ്യണം, ഇല്ലെങ്കിൽ നോൺ മെഷർ കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ ചുമ്മാ 138 എഴുതരുത്, മെഷർ ചെയ്താൽ മാത്രമേ എഴുതാം. ഇത് പെട്ടെന്ന് ഇതൊക്കെ ജസ്റ്റ് പോയി, ഇതൊക്കെ നമുക്ക് വാല്യൂ ഉള്ള കാര്യങ്ങളാണ്. ഹിസ്റ്ററി ചോദിക്കുന്നവർക്ക് BP മെഷർ ചെയ്യാൻ പറ്റും. ഇനി ഫിസിക്കൽ എക്സാമിനേഷൻ നമ്മൾ ഓറൽ ക്യാവിറ്റി നോക്കി, നോർമൽ നോ ടങ് ഫെസിക്കുലേഷൻ. എന്താ നമ്മൾ നോക്കുന്നത്? ഹൈപ്പർ തൈറോയിഡ്സിന് അതൊക്കെ ടങ് ഫെസിക്കുലേഷൻസ് വരാമല്ലോ. അപ്പം അതുണ്ടോ നോക്കണം. പിന്നെ എന്താ സ്കിൻ ടർഗർ നോക്കണം. നോർമൽ ടർഗർ ആണോ ഡീഹൈഡ്രേറ്റഡ് ആണോ നോക്കാം. പാം വെറ്റ് ആണോ നോക്കണം. ഹൈപ്പർ തൈറോയിഡ്സിൽ പാംസ് ഒക്കെ വെറ്റ് ആയിരിക്കും, ഡ്രസ്സും ടമസ് ഒക്കെ ഉണ്ടായിരിക്കും. പിന്നെ ഐ സൈൻസ്, അതോ ഹൈപ്പർ തൈറോയിഡ്സിന്റെ ഫീച്ചർ, ഇതൊക്കെ നമ്മൾ ഹെഡ് ടു ടോ എക്സാമിനേഷൻസ് ഓഫ് തൈറോയിഡ് ഡിസീസ് ജസ്റ്റ് പറഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് ഒറ്റ ലൈനിൽ വേണോ എഴുതാം, ഹെഡ് ടു ടോ എക്സാമിനേഷൻ ഡസ് നോട്ട് റിവീൽ എനി ഫീച്ചേഴ്സ് ഓഫ് ഹൈപ്പർ തൈറോയിഡിസം എന്ന് എഴുതി വെക്കാം. മനസ്സിലായോ? അപ്പോൾ ജസ്റ്റ് എഴുതാം, അല്ലെ എഴുതാണ്ടിരിക്കുക, അത് നിങ്ങളുടെ കേസ് അനുസരിച്ചിരിക്കുക. ഇപ്പം സോളിറ്ററി തൈറോയിഡ് നൊടികളാണ് കിട്ടുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും എഴുതാൻ പറ്റും. അപ്പോൾ ഇത്ര ഡീറ്റെയിൽ എഴുതിയില്ലെങ്കിൽ ജസ്റ്റ് എഴുതാം ഹെഡ് ടു എക്സാമിൻ ഡസൻ റിലീവ് എനി ഫീച്ചർ ഓഫ് ഹൈപ്പർ തൈറോയിഡ്സ്. അപ്പോൾ അവർ എടുത്ത് വയ്ക്കും നിങ്ങൾ എന്തൊക്കെ നോക്കിയെന്ന്. ഇപ്പോൾ ടങ് ഫെസിക്കുലേഷൻ നോക്കണം. ടങ് നമ്മൾ പുറത്തിട്ടില്ല, ടങ് അകത്ത് വെച്ചിട്ടാണ് ഫെസിക്കുലേഷൻ ഉണ്ടോ നോക്കുന്നത്. പിന്നെ സ്കിൻ ടർഗർ നോക്കണം, നോർമൽ ടർഗർ ആണോ അതോ ലാക്സ് ആണോ നോക്കും. പാമ്പ് വെറ്റോ, ഹൈപ്പർ തൈറോയിഡ്സിൽ വെറ്റായിരിക്കും. ഐ സയൻസ് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഐ സയൻസ് നമ്മൾ നോർമലി തൈറോ ടോക്സിക്കോസിസിൽ പറയുന്നതാണ്. എക്സാമിനേഷൻ ഓഫ് നെക്ക് ആണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. നെക്ക് എക്സാമിൻ നമ്മളൊരു സെല്ലിങ്ങിന്റെ പടം ഇപ്പം കണ്ടായിരുന്നല്ലോ, എല്ലാവരും വീഡിയോ കണ്ടില്ലേ? വീഡിയോടെ ഇതാണ് നമ്മുടെ അമ്മച്ചി, കണ്ട? എല്ലാവരും നോക്കിയേ. നിങ്ങളെ ഇൻസ്പെക്ട് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ഇവിടെ കാണാൻ പറ്റുന്നത്? ആർക്കെങ്കിലും സെല്ലിങ് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റുമോ? ജസ്റ്റ് റാൻഡമായിട്ട് എന്തെങ്കിലും ഒരു 3-4 പോയിന്റ് പറയാൻ പറ്റുമോ? അൺമ്യൂട്ട് ചെയ്തിട്ട് പറഞ്ഞു ആരെങ്കിലും. സൈറ്റ്, സൈസ്, ഷേപ്പ്, സർഫസ്, സ്കിന്ന് ചുമ്മാ പറഞ്ഞു നോക്ക്. ഇത് എവിടെ കാണുന്നത്?
ചാറ്റിൽ വേണ്ട, ആരെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് പറ, അല്ലെങ്കിൽ ഞാൻ പറയും. മക്കളെ നോക്ക്, ഇപ്പം ഇതെന്ന് പറഞ്ഞാൽ പറ പറ. A swelling in the front of neck. ഓക്കെ, Uh, ഫ്രണ്ട് ഓഫ് നെക്ക്, അപ്പൊ over സൈറ്റ് ആയി. ഇനി സെക്കൻഡ് സൈസ് എത്ര ഉണ്ട്? 5 into 5 centimeter. 5 ഓക്കെ, 4x4 എന്ന് പറയാം, അല്ലെ 5x5. 5 ഭയങ്കര വലുത്, എന്നാലും കുഴപ്പമില്ല. 5x5, ഓക്കെ. 5x5 ആകുമ്പോൾ ഷേപ്പ് എന്തായിരിക്കും? Globular. ഗ്ലോബ് ആണോ? സ്പെറിക്കൽ എന്ന് പറയാം. Spherical. ഇപ്പൊ നമ്മൾ 2D ആയിട്ടാണ് നമ്മൾ ഇൻസ്പെക്ഷനിൽ പറയുക. ഗ്ലോബുലാർ എന്ന് പറയണ്ട, എന്ന് വെച്ചാൽ ഒരു ഹെമിസ്പെറിക്കൽ സർഫസ് അല്ല. അപ്പൊ നമുക്ക് സ്പെറിക്കൽ എന്നോ അല്ലെങ്കിൽ സർക്കുലർ എന്നൊക്കെ പറയാം. നമ്മൾ ഒരുപാട് ഇത് അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കേണ്ട. സർക്കുലർ സെല്ലിംഗ് എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഹെമിസ്പെറിക്കൽ സെല്ലിംഗ് എന്ന് പറയാം. നോഡുലാർ ഇതായിരുന്നു പറയാം, അല്ലെങ്കിൽ നൊഡ്യൂൾ എന്ന് പറയാം. നോഡുലാർ സെല്ലിംഗ് എന്ന് പറഞ്ഞാലും മതി. ഓക്കെ, ഇനി സൈറ്റ് എവിടാ? ഇൻ ഫ്രണ്ട് ഓഫ് നെക്ക് അല്ലേ? ഇൻ ഫ്രണ്ട് ഓഫ് നെക്ക്. ഇനി അത്ര, അപ്പൊ സൈറ്റ് ആയി, സൈസ് ആയി, ഷേപ്പ് ആയി. ഇനി സ്കിൻ ഓർ ദ സർഫസ് ഇസ് സ്ട്രെച്ച്ഡ്, അത് പറയാൻ പറ്റുമല്ലോ അല്ലേ? ലോങ്ങിനിടയിലെ സ്ട്രെച്ച്ഡ് എന്ന് പറയാം. പിന്നെ ഈസ് ഇറ്റ് മൂവിങ് വിത്ത് റെസ്പിറേഷൻ, മൂവിങ് വിത്ത് സോളോയിഡ്, Moving with deglutition. മൂവിങ് വിത്ത് ഡിഗ്ലൂഷൻ. ചില പേര് നാക്ക് പുറത്തിട്ട് നമ്മൾ നോക്കണം, മൂവിങ് വിത്ത് ടങ് പ്രൊട്ടക്ഷൻ ആണോ അല്ലയോ എന്ന്. ഈ കേസിൽ അത് പ്രൊട്ടക്ഷൻ അല്ലായിരുന്നു, പ്രൊട്ടക്ട് ചെയ്യുമ്പോൾ മൂവ് ചെയ്യത്തില്ലായിരുന്നു. അപ്പൊ അതുകൂടെ പറയാം. ഇപ്പൊ 6 പോയിന്റ് ആയില്ലേ? പിന്നെ അതിന്റെ ലോവർ ബോർഡർ വിസിബിൾ ആണോ? Visible. അപ്പൊ ലോവർ ബോർഡർ ഇസ് വിസിബിൾ. ഇനി അപ്പർ ബോർഡർ വിസിബിൾ ആണോ? Visible. അപ്പർ ബോർഡർ ഇസ് വിസിബിൾ ഓൾമോസ്റ്റ് 3 to 4 സെന്റിമീറ്റർ ഫ്രം ദ ചിൻ എന്ന് പറയാം. ആൻഡ് ലോവർ ബോർഡർ ഈസ് വിസിബിൾ ആൻഡ് ഇറ്റ് ഈസ് വിസിബിൾ ഫ്രം 1 to 2 സെന്റിമീറ്റർ ഫ്രം ദ സ്റ്റേണലിന് വെച്ച്. ഇതാണ് സ്റ്റേണലിന് വെച്ച്. ഇനി ലാറ്ററലി ദ ലാറ്ററൽ സർഫസ് ഈസ് സീൻ എക്സ്റ്റെൻഡിങ് ഓവർ ടു ദ തൈറോയിഡ് ഗ്ലാൻഡ്, അല്ലെ എക്സ്റ്റെൻഡിങ് അണ്ടർ ടു ദ സ്റ്റെനോഗ്ലോഡർ മാസ്റ്റോയിഡ് മസിൽ. അതുകൊണ്ട് ഇവിടെ കാണുന്നതിന് സ്റ്റെനോഗ്ലോഡർ മാസ്റ്റോയിഡ് മസിൽ ഇവിടെ ഇങ്ങനെ പ്രൊജക്ട് ചെയ്തിരിക്കുന്നുണ്ട് ചെറുതായിട്ട്. ചെറുതായിട്ട് മസിൽ ഇല്ലാത്തോട്ട് കയറി പോകുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇൻസ്പെക്ഷനിൽ സാധനം കിട്ടും. മനസ്സിലായോ? ഓക്കെ, അപ്പൊ ഇതേ സാധനങ്ങൾ നമ്മൾ പാൽപേഷനിൽ കൺഫേം ചെയ്യണം. ഹലോ, സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? Yes. പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മളെ ബേസിക് സാധനം അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മുടെ കേസ് അത് കഴിയുമ്പോൾ കഴിയും. ഇൻസ്പെക്ഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സിംഗിൾ റൗണ്ട് സെല്ലിംഗ്, റൗണ്ട് എന്നൊക്കെ പറഞ്ഞാൽ മതി. ഈ നമ്മൾ ഗ്ലോബുലാർ അങ്ങനെ ഗ്ലോബുലായിട്ട് നമ്മൾ നോർമലി പറഞ്ഞ ഒരേ ഒരു ഷേപ്പ് സെല്ലിങ് നമ്മൾ ഈ ഗോൾ ബ്ലാഡറിനാണ് പറയാറ്, അബ്ഡമിനകത്ത്. ഗ്ലോബുലാർ ഷേപ്ഡ് സെല്ലിങ് അല്ലെ പിയർ ഷേപ്ഡ് സെല്ലിംഗ് ഒക്കെ പറയാം. പക്ഷെ ഏറ്റവും ബെറ്റർ നിങ്ങൾക്ക് സാറന്മാരോട് പറയുമ്പോൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ മതി, റൗണ്ട് ഷേപ്ഡ് അല്ലെങ്കിൽ ഓവൽ ഷേപ്ഡ്, ഈ 2 വാക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി. സിംഗിൾ സൈസ് നമ്പർ വേണം. സിംഗിൾ റൗണ്ട് സെല്ലിംഗ് സൈസ് 4x4 സെന്റിമീറ്റർ in the anterior part of neck in the thyroid region, extending from lower border of thyroid cartilage to sternal nerves. ഓക്കെ, പിന്നെ മാർജിൻസ് ഓഫ് ദ സെല്ലിംഗ് വെൽ ഡിഫൈൻഡ് ആണ്. സർഫസ് ഈസ് സ്മൂത്ത്, സ്കിൻ ഓഫ് ദ സെല്ലിംഗ് ഈസ് നോർമൽ, നോ പൾസേഷൻ സീൻ ഓഫ് ദ സെല്ലിംഗ്, നോൺ ഡൈലേറ്റഡ് വെയിൻസ് ഓഫ് ദ സെല്ലിംഗ് ഈസ് മൂവ് വിത്ത് റെഗുലേഷൻ ആൻഡ് ട്രക്കി ഈസ് മിഡ് ലൈൻ. ട്രൈൽ സൈൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ട്രക്കി ഏതെങ്കിലും ഒരു സൈഡിലോട്ട് ഡീവേറ്റ് ആകുമ്പോൾ ആ സൈഡിൽ സ്റ്റെനോഗ്ലോഡർ മാസ്റ്റോയിഡ് പ്രോമിനന്റ് ഉണ്ടാവും. അപ്പൊ ട്രക്കീസ് മിഡ് ലൈൻ എന്ന് മാത്രമേ. ട്രൈൽ സൈൻ നെഗറ്റീവ് നമ്മൾ എടുത്ത് പറയരുത് ഒരിക്കലും. നമ്മൾ ഒരിക്കലും ഒരു നെഗറ്റീവ് സൈനിന്റെ പേര് എടുത്ത് പറയണ്ട, ആവശ്യമില്ല കേട്ടോ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് ഒരു സെല്ലിംഗ് കണ്ടാൽ പെട്ടെന്ന് പറയുന്നതാണ് ഇമ്പോർട്ടന്റ്. നിങ്ങൾക്ക് പാടായിട്ട് തോന്നുമെങ്കിലും ഇത്രയും സാധനങ്ങൾ പറയണം. നമ്പർ പറയണം, സൈറ്റ് പറയണം, സൈസ് പറയണം, ഷേപ്പ് പറയണം, സർഫസ് പറയണം. 5 എസ് ആയല്ലോ. 6ാമത്തെ സ്കിന്ന്, പിന്നെ മൂവ്മെന്റ് ഓഫ് ദ സെല്ലിങ് 7 എസ് ആയി ഇപ്പം. പിന്നെ നമ്മൾ പറയണം എന്താണ്? ഡൈലേറ്റഡ് വെയിൻസ് ഉണ്ടോ, ആർട്ടീരിയൽ പൾസേഷൻസ് ഉണ്ടോ നോക്കണം. പിന്നെ അതിന്റെ മാർജിൻസ് ഓഫ് ദ സെല്ലിങ്, അത് വെൽ ഡിഫൈൻ ആണോ ഇൽ ഡിഫൈൻ ആണോ. വെൽ ഡിഫൈൻഡ് സെല്ലിങ്സ് ആണെങ്കിൽ നമ്മൾ കൂടുതൽ എന്ത് പറയാം, റെഗുലർ ആണോ ഇറഗുലർ ആണോ വീണ്ടും പറയാൻ പറ്റും. ഇത്രയൊക്കെ താനാണ് നമ്മൾ ഇൻസ്പെഷ്യലിൽ പറയുന്നത്. പിന്നെ തൈറോയിഡിൽ സ്പെഷ്യൽ ആയിട്ടുള്ള 3 സൈൻസ് എന്താ ഇൻസ്പെഷ്യൽ? ഒന്ന് മൂവിങ് വിത്ത് റെഗുലേഷൻ, രണ്ടാമത് മൂവിങ് വിത്ത് പ്രൊട്രൂഷൻ ഓഫ് ടങ്, മൂന്നാമത് ഇഫ് ദ ട്രക്കിയ ഈസ് ഇൻ മിഡ് ലൈൻ ഓർ പ്രോമിനന്റ്.
മൂവിംഗ് വിത്ത് ഡിഗ്ലൂട്ടീഷൻ എപ്പോഴും എന്തിനാ പറയുന്നത്? ഓൾ തൈറോയിഡ് സെല്ലിങ്. മൂവിംഗ് വിത്ത് പ്രൊട്രൂഷൻ ഓഫ് ടങ് എപ്പോഴും എന്താ പറയുന്നത്? ഏത് സെല്ലിങ്ങാ മൂവിംഗ് വിത്ത് പ്രൊട്രൂഷൻ ഓഫ് ടങ്? തൈറോഗ്ലോസൽ സിസ്റ്റം. തൈറോഗ്ലോസൽ സിസ്റ്റ്. തൈറോഗ്ലോസൽ സിസ്റ്റിന്റെ മോസ്റ്റ് കോമൺ ലൊക്കേഷൻ എന്താ? സബ്ഹയോയിഡ്. സബ്ഹയോയിഡ്. ഗുഡ്. സബ്ഹയോയിഡ് ആയിരിക്കും. സർജറിയുടെ പേരെന്താ? സിസ്റ്റം ഓപ്പറേഷൻ. സിസ്റ്റം ഓപ്പറേഷൻ. സിസ്റ്റെങ്കിൽ നമ്മൾ തൈറോഗ്ലോസൽ സിസ്റ്റും എടുത്തു കളയും, തൈറോയിഡ് പിന്നെ ഹയോയിഡ് ബോണും എടുത്തു കളയും, പിന്നെ ട്രാക്റ്റും. അത് വരുന്ന ഫൊറാമൻ സീക്വൻസ് ഉണ്ടെന്ന് ട്രാക്റ്റ് അല്ലേ? അപ്പൊ അത്രയൊക്കെ അവർ ചോദിക്കത്തുള്ളൂ അസോസിയേറ്റഡ് ആയിട്ട്. ഓക്കെ, മനസ്സിലായല്ലോ ഇൻസ്പെക്ഷൻ? അതൊക്കെ ഇത്രയും സാധനങ്ങൾ എളുപ്പമാണ്. തൈറോയിഡ് ഭയങ്കര എളുപ്പം. ഇത്രയും സാധനങ്ങൾ ഈ ഒരു ഓർഡറിൽ പറയണം. ഓക്കെ, അടുത്ത പാൽപേഷനകത്ത് എന്തായിരിക്കും പറയണം? എപ്പോഴും നമ്മൾ പറയണമെന്ന് പറഞ്ഞാൽ റേസ് ടെമ്പറേച്ചർ ടെൻഡൻസ് ഉണ്ട് നോക്കാം. ദർ ഈസ് നോ റേസ് ടെമ്പറേച്ചർ ടെൻഡൻസ് ഓർ സെല്ലിംഗ് പറയണം. സെക്കൻഡ് പറയണമെന്ന് പറഞ്ഞാൽ ഓൾ ദ ഇൻസ്പെക്ടറി ഫൈൻഡിങ്സ് ഇൻ ദ ഇൻസ്പെക്ഷൻ ആർ കൺഫേംഡ് എന്ന് പറയാം. ഓൾ ഇൻസ്പെക്ടറി ഫൈൻഡിങ്സ് ആർ കൺഫേംഡ് ഓൺ പാൽപേഷൻ ലൈൻ എഴുതിയിരിക്കണം. മനസ്സിലായോ? എന്നിട്ട് സെല്ലിങ്ങിന്റെ സൈസ് നമ്മൾ മെഷർ ചെയ്യും. സെല്ലിംഗ് സൈസ് 5x4 5x5 സെന്റിമീറ്റർ. എക്സ്റ്റെൻഡിങ് ഫ്രം ദ ലോവർ ബോർഡർ ഓഫ് ദ തൈറോയിഡ് കാർട്ടിലേജ് superiorly to the sternal notch, inferiorly lower border thyroid cartilage superiorly to sternal notch, inferiorly, and lateral border almost 1 centimeter medial from the anterior border both sternocleidomastoid. അത് നിങ്ങൾ പാൽപ്പേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ ഈ ഒരു 4 ഐഡിയ ഓർക്കണം. മുകളിൽ ആരുണ്ട്? തൈറോയിഡ് കാർട്ടിലേജ്. താഴെ ആരുണ്ട്? സുപ്രാസ്റ്റേണൽ നോച്ച് ഓഫ് ബേൺസ് എന്ന് പറയുന്നത്, സുപ്രാസ്റ്റേണൽ നോച്ച്. ലാറ്ററലി 2 സ്റ്റെനോക്leidomastoid. അപ്പൊ ഈ ഒരു ബോക്സിൽ വരുന്ന സ്ഥലമാണ് നമ്മൾ എന്ത് പറയുന്നത്? തൈറോയിഡിന്റെ ഇതിനകത്ത് പറയേണ്ടത്, എക്സ്റ്റെൻഡ് പറയേണ്ടത്. പിന്നെ only the swelling in the midline is palpable, no other part of the thyroid is palpable. ഈ ഒരു സെന്റൻസിൽ നമ്മൾ എന്ത് പറയാൻ പറ്റും? ഇങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞാൽ നമ്മൾ എന്താ അതിന് ഡയഗ്നോസിസ് ആയിട്ട് പറയാ? ഇഫ് only the swelling is palpable and the rest of the gland is not palpable, അങ്ങനെയുള്ള സെല്ലിംഗ് നമ്മൾ എന്താ വിളിക്കുക? സോളിറ്ററി നോഡ്യൂൾ. ഇറ്റ് ഈസ് കോൾഡ് സോളിറ്ററി നോഡ്യൂൾ. അല്ലെങ്കിൽ നമുക്ക് ഡിസ്ക്രീറ്റ് നോഡ്യൂൾ എന്ന് വിളിക്കാൻ പറ്റുമോ? നമുക്ക് വിളിക്കാൻ പറ്റും. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ഡിസ്ക്രീറ്റ് നോഡ്യൂൾ. ഓക്കെ, ഡോമിനന്റ് നോഡ്യൂൾ എന്ന് വിളിക്കാൻ പറ്റുമോ? ഡോമിനന്റ് റെസ്റ്റ് ഓഫ് ദ ഗ്ലാൻഡ്. ഡോമിനന്റ് എന്ന് പറയുമ്പോൾ റെസ്റ്റ് ഓഫ് ദ ഗ്ലാൻഡും പാൽപ്പബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഡോമിനന്റ് എന്ന് പറയാൻ പറ്റും. അപ്പൊ ഇവിടെ റെസ്റ്റ് ഓഫ് ദ ഗ്ലാൻഡ് പാൽപ്പബിൾ അല്ല, അപ്പൊ ഡോമിനന്റ് എന്ന് പറയാൻ പറ്റും. സോളിറ്ററി ഉള്ളി. മനസ്സിലായോ? അപ്പം അതാണ് അവിടുത്തെ ഒരു കൺസെപ്റ്റ്. അത് മാത്രമേ അവർ ചോദിക്കത്തുള്ളൂ. അപ്പൊ ഇറ്റ്സ് സോളിറ്ററി നോഡ്യൂൾ തൈറോയിഡ്, ഡിസ്ക്രീറ്റ് നോഡ്യൂൾ തൈറോയിഡ്, നോ അതർ പാർട്ട് ഓഫ് ദ ഗ്ലാൻഡ് ഈസ് പാൽപ്പബിൾ. ഇനി കൺസിസ്റ്റൻസി ആണ്. ഇനി നമ്മൾ പാൽപേഷന്റെ സ്പെഷ്യൽ ആയിട്ട് അറിയുന്ന സാധനം കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ തൊട്ട് നോക്കുമ്പോൾ എങ്ങനെ ഫീലിംഗ് വരുന്നത്. ഇപ്പം ഇറ്റ് ക്യാൻ ബി ഫേം സെല്ലിംഗ് അല്ലെ? അപ്പൊ ഇതൊരു ഫേം ആണ്. ഇറ്റ് ക്യാൻ ബി ഹാർഡ് സെല്ലിംഗ്, ഇറ്റ് ക്യാൻ ബി സോഫ്റ്റ് സെല്ലിംഗ്. 3 ടൈപ്പ് സാധനങ്ങളാണ്. ഹാർഡ് കൂടുതലും മലിഗ്നൻസിയുടെ ഫീച്ചേഴ്സ് ആയിരിക്കും. ഫേം കൂടുതലും ഒരു നോൺ മലിഗ്നൻ കേസസിൽ വരുന്നതാണ് ഫേം സെല്ലിംഗ് ആയിട്ട് വരുന്നത്. പിന്നെ സോഫ്റ്റ് നമ്മൾ എപ്പോഴും പറഞ്ഞ എന്തെങ്കിലും കൊളോയിഡ് ഡീജനറേഷൻ അങ്ങനെ വരുമ്പോഴും നമ്മൾ സോഫ്റ്റ് എന്ന് പറയുന്നത്. സോഫ്റ്റ് ആണെങ്കിൽ മാത്രമേ നമ്മൾ ഫ്ലക്ച്വേഷൻ നോക്കാറുള്ളൂ. എന്താ ഫ്ലക്ച്വേഷൻ ആണോ അല്ലയോ എന്ന്. മനസ്സിലായി? അപ്പൊ കൺസിസ്റ്റൻസി നമ്മൾ പാൽപേഷൻ ഇമ്പോർട്ടൻ്റ്. അപ്പൊ മിക്കപ്പോഴും ഫേമും ഹാർഡ് നമുക്ക് ഡിഫറൻസ് ശരിയാണ്, തൊട്ടൊക്കെ അറിയാൻ പറ്റും. പിന്നെ മാർജിൻസ് വെൽ ഡിഫൈൻ ആണെന്ന് പാൽപേഷനിൽ കണ്ടുപിടിക്കണം. ഓക്കെ, പിന്നെ അടുത്തെന്ന് പറഞ്ഞാൽ പാൽപേറ്റ് ചെയ്യുമ്പോൾ ത്രില്ലൊന്നും ഇല്ല നോക്കണം. കരോട്ടിഡ് ആർട്ടറിയുടെ പൾസേഷനോ അല്ല, ത്രില്ല് നമ്മൾ എപ്പോഴും പറഞ്ഞാൽ സുപ്പീരിയർ തൈറോയ്ഡ് ആർട്ടറിയുടെ പൾസേഷനൊക്കെ ഉണ്ടോ നോക്കും. ത്രില്ലാണ് പാൽപ്പബിൾ, ത്രില്ലൊന്നും ഇല്ലെന്ന് അറിയണം. 2 കരോട്ടിഡ് പൾസ് നമ്മൾ പാൽപേറ്റ് ചെയ്യണം. കരോട്ടിഡ് പൾസ് എവിടെ പാൽപേറ്റ് ചെയ്യുന്നത്? ഇവിടെ പാൽപേറ്റ് ചെയ്യുന്നത്. നമ്മൾ പാൽപേറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ C6 ട്രാൻസ്വേഴ്സ് പ്രോസസ് ഷസൈൻസ് ട്യൂബർക്കിൾ എന്നുണ്ട്. അപ്പൊ ഷസൈൻസ് ട്യൂബർക്കിളിന് അഗേൻസ്റ്റ് ആണ് നമ്മൾ പാൽപേറ്റ് ചെയ്യുന്നത്. മനസ്സിലായോ? അത് നമ്മളെ പാൽപേറ്റ് ചെയ്യാൻ ചോദിക്കും. അപ്പൊ എവിടെയാണ് അഗേൻസ്റ്റ് ട്രാൻസ്വേഴ്സ് പ്രോസസ്? C6 സെർവിക്കൽ വെർട്ടിബ്ര, ഷസൈൻസ് ട്യൂബർക്കിൾ എന്ന് പറയും. CASSAGINE. ഇനി ട്രക്കിയ മിഡ്ലൈൻ ആണ്, ഡീവിയേഷൻ ഒന്നുമില്ല, സെർവിക്കൽ ലിംഫ് നോഡ്സ് ഇല്ലെന്ന് പറയണം. പെർക്കഷനകത്ത് എപ്പോഴും നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് റിപ്രസൽ എക്സർഷൻ ഇല്ലെന്ന് റൂൾ ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ മാനുബ്രിയോസ് ആണ് പെർക്കസ് ചെയ്ത് നോക്കും. ഇത്രയേ ഉള്ളൂ. റെസിഡന്റ് ഓവർ ദ മാനുബ്രിയോസ് ആണ് പറയണം. റെസിഡന്റ് അല്ലെങ്കിൽ എന്താ പറയുക, റെസിഡൻസിൽ ഡൾ ഉണ്ട്, അവിടെ മാനുബ്രിയോസിലെ എക്സ്റ്റൻഷൻ ഉണ്ടായിരിക്കും. ഒരു സെക്കൻഡ്. അങ്ങനൊക്കെ थैंक यू. क्लास के बाद
ഓക്കെ, അടുത്തെന്ന് പറഞ്ഞാൽ റെസനൻസ് ഓവർ മാനിപ്പുലേഷൻ എപ്പോഴും നോക്കേണ്ട എപ്പോഴായിരിക്കും റിട്ടോഷണൽ എക്സ്റ്റൻഷൻ ഉണ്ടോ നോക്കാൻ വേണ്ടിയായിരിക്കും. പിന്നെ ഓസ്കുൾട്ടേഷൻ ബ്രൂയി ഒന്നും ഇല്ല. അപ്പോൾ ജസ്റ്റ് ബേസിക്കലി ആണ് റിട്ടോഷണൽ എക്സ്റ്റൻഷന്റെ ഒരു 3-4 ഫീച്ചേഴ്സ് എന്തായിരിക്കും. ഒന്ന്, പേഷ്യന്റ് റിട്ടോഷണൽ സ്വെല്ലിംഗ് ആണെങ്കിൽ നമുക്ക് പേഷ്യന്റിന് സിംറ്റംസ് ഓഫ് എന്ത് വരാം, കമ്പാഷൻസ് വരാം, ലൈക്ക് ഡിസ്നിയ അല്ലെങ്കിൽ സ്നോറിംഗ് പ്രശ്നം, ഡിസ്ഫേജ്, ഇതെല്ലാം വരാം. ഒന്ന്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ ലോവർ ബോർഡർ ഓഫ് സെല്ലിംഗ് വിൽ നോട്ട് ബി സീൻ, അതാണ് സെക്കൻഡ് റിട്ടോഷണൽ എക്സ്റ്റൻഷന്റെ ഫീച്ചർ. മൂന്നാമത്തെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, പേഷ്യന്റിന് ഓൺ ഇൻസ്പെക്ഷൻ വി കനോട്ട് സീ ദ ലോവർ ബോർഡർ ഓഫ് പാൽപേറ്റീമിന് ലോവർ ബോർഡ് കിട്ടത്തില്ല. നാലാമത് പെർക്കസിയം എന്ന് കിട്ടും, ദർ വിൽ ബി ഡൾ നോട്ട് ഓവർ ദ മാനിപ്പുലേഷൻ ആണ്. മനസ്സിലായോ? പിന്നെ അഞ്ചാമെന്ന് പറയാൻ കൈ രണ്ടും പൊക്കും, അതാണ് പെമ്പട്ടൻ സൈൻ. കൈ രണ്ടും പൊക്കുമ്പോഴത്തേക്ക് നമ്മുടെ തൊറാസിക്കിലിട്ട് നാരോ, അപ്പോഴത്തേക്ക് നമ്മുടെ IJVയും എല്ലാം കൂടെ ഒക്ലൂഡഡ് ആവും. അപ്പോഴത്തേക്ക് എന്തോ പറ്റും, നമ്മുടെ ഫേസിനകത്ത് ഇത് വരും, വീനസ് കൺജഷൻ വരും. ഈ 5 സാധനങ്ങളാണ് നമ്മൾ എന്ത് പറയാ, റിട്ടോഷണൽ എക്സ്റ്റൻഷന്റെ ഫീച്ചേഴ്സ് ആയിട്ട് പറയാം. ഓക്കെ, ഇത്ര അറിയണം. ഇനി സിസ്റ്റമിക് എക്സാമിനേഷൻ കാർഡിയോവാസ്കുലർ സിസ്റ്റം ഏറ്റവും ഇമ്പോർട്ടൻ്റ് നോക്കേണ്ടത്. അത് കഴിഞ്ഞാൽ റെസ്പിറേറ്ററി സിസ്റ്റം, പിന്നെ സെൻട്രൽ നെർവസ് സിസ്റ്റം, മസ്കുലോസ്കെലറ്റൽ, പെരബ്ഡമൻ. അപ്പോൾ CVAസും സെൻട്രൽ നെർവസ് സിസ്റ്റമാണ് ആദ്യം രണ്ടാമത് നോക്കേണ്ടത്. കാരണം തൈറോടോക്സിക്കോസിസ് ഉണ്ടെങ്കിൽ കാർഡിയോവാസ്കുലറും സെൻട്രൽ നെർവസ് പറയില്ല. പ്രൈമറി തൈറോടോക്സിക്കോസിസ് നമ്മൾ കൂടുതൽ പറയുന്നതായിരിക്കും CNS ആയിരിക്കും. സെക്കൻഡറിയിൽ ലോങ് ലാസ്റ്റിംഗ് ആയതുകൊണ്ട് കാർഡിയോവാസ്കുലർ എന്നൊക്കെ പറയും. അപ്പോൾ ജസ്റ്റ് അതൊക്കെ അവർ ചോദിക്കും. ഞാൻ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. Summary up and selling your size 5x4 in the anterior part of neck in thyroid fossa, the rest of the gland not palpable. Selling is firm and consistent with the margins well defined. Selling moving with deglutition trachea in the midline with no retrosal extension, no thyroidosis, no lymph node enlargement. So we got the diagnosis in that it is a solitary no thyroid nodule which is non-toxic. Patient is in a euthyroid state and probably benign. It is a firm nodule. മനസ്സിലായോ? പിന്നെ ഡിഫറൻഷ്യൽ ഡയഗ്നോസ് നമുക്ക് എന്തായിരിക്കും, അപ്പം ബിനൈൻസ് ആണ്, കൊള്ളോൺ നൊഡ്യൂൾ പറയാം. പക്ഷെ നമുക്ക് എല്ലാവർക്കും തൈറോയിഡ് കാർസിനോമ പറയണം. ബിനൈൻ ആണെങ്കിലും തൈറോയിഡ് ട്യൂമർ, തൈറോയിഡ് ക്യാൻസർ, ഇറ്റ് ക്യാൻ ബി ബിനൈൻ ക്യാൻസേഴ്സ് വരാം, മലൈൻ ക്യാൻസേഴ്സ് വരാം. അപ്പോൾ തൈറോയിഡ് കാർസിനോമ പറയണം. പിന്നെ തൈറോയിഡ് സിസ്റ്റ് പറയാം. ഇത്രയാണ് നമ്മുടെ ഡയഗ്നോസിസ്. ഇനി പെട്ടെന്ന് ആർക്കെങ്കിലും ഇതെങ്ങനെ പ്രൊസീഡ് എന്ന് പറയാൻ പറ്റുമോ, സോളിറ്ററി തൈറോയിഡ് നൊഡ്യൂളില്ല. ഞാനൊരു ഫ്ലോ ചാർട്ട് ഗ്രൂപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 2-3 ലൈനിൽ പറയാൻ പറ്റുമോ എന്ത് ചെയ്യും? നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആദ്യം എന്താ ഒരു ഫസ്റ്റ് വേർഡ് എന്തായിരിക്കും പറയേണ്ടത്? എന്ത് അസസ്മെന്റാണ് നമ്മൾ ചെയ്യുന്നത് തൈറോയിഡിൽ? ക്വാഡ്രപ്പിൾ അസസ്മെന്റ് അല്ലേ? ഫസ്റ്റ് നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ ചെയ്തു. സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യണം, തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യണം. തേർഡ് നമ്മൾ അൾട്രാസൗണ്ട് നെക്ക് എടുത്ത് നോക്കണം. ഫോർത്ത് FNAC. മനസ്സിലായതാണ് ക്വാഡ്രപ്പിൾ അസസ്മെന്റ്. അപ്പൊ നമ്മൾ ഹിസ്റ്ററി ആൻഡ് എക്സാമിനേഷൻ കഴിഞ്ഞു. സെക്കൻഡ് നമ്മൾ എന്താ പറയുക, TS ചെയ്ത് നോക്കണം. പേഷ്യന്റ് എന്ത് ചെയ്യണം, TS ചെയ്ത് നോക്കണം, തൈറോയിഡ് സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ അല്ലേ? അപ്പൊ TS ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്തോ കിട്ടും. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ ഹിസ്റ്ററി ആൻഡ് എക്സാമിനേഷൻ എടുത്തു. പിന്നെ നമ്മൾ എക്സാമിനേഷൻ നമ്മൾ ഇതെല്ലാം നമ്മൾ പറഞ്ഞത് ഞാൻ PPT അയച്ചാൽ വായിച്ചു നോക്കിയത്. പിന്നെ ഹൈപ്പർ തൈറോയിഡ്സ്, ഹൈപ്പർ വോക്കൽ കോഡ് പോൾസി, ഇതെല്ലാം നമ്മൾ നോക്കി. ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ ഫസ്റ്റ് TSH എടുക്കും. TSH എടുക്കുമ്പോഴത്തേക്ക് TSH ലോ ആണെങ്കിൽ നമുക്ക് എന്താ, പേഷ്യന്റ് ഹൈപ്പർ തൈറോയിഡിസം ആയിരിക്കും. അപ്പൊ നമ്മൾ തൈറോയിഡ് സ്കിൻഡിഗ്രാഫി, തൈറോയിഡ് റേഡിയോ ന്യൂക്ലിയർ സ്കാൻ ചെയ്യണം. റേഡിയോ അയഡിൻ 1, 2, 3 വെച്ചിട്ട് നമ്മൾ റേഡിയോ സ്കാൻ ചെയ്യും, അതാണ് സിൻഡിഗ്രാഫി. അപ്പം ഹൈ ഇൻടേക്ക് ആണ് ഹോട്ട് നൊഡ്യൂൾ എന്ന് പറയും. നോർമലി ബിനൈൻ ആയിരിക്കും. കോൾഡ് നൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇൻടേക്ക് കുറവാണ്. അങ്ങനെയുള്ള നൊഡ്യൂൾസ് ആണ് നമ്മൾ എന്ത് പറയുന്നത്, ദേ ആർ സസ്പീഷ്യസ്. അങ്ങനെയുള്ള നൊഡ്യൂൾസ് നമ്മൾ അൾട്രാസൗണ്ട് എടുക്കണം, അങ്ങനെയാണ് പറയാറ്. ഹോട്ട് നൊഡ്യൂൾ നമുക്ക് റേഡിയോ അയഡിൻ അബ്ലേഷൻ ചെയ്യാൻ പറ്റും അങ്ങോട്ട്. മനസ്സിലായി? അപ്പൊ ഫസ്റ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഫസ്റ്റ് TSH ചെയ്യണം. TSH ലോ ആണെങ്കിൽ നമ്മൾ ഹൈപ്പർ തൈറോയിഡിസം വിചാരിച്ചുകൊണ്ട് നമ്മൾ റേഡിയോ അപ്ടേക്ക് സ്റ്റഡി ചെയ്യണം. അപ്ടേക്കിൽ ഹോട്ട് നൊഡ്യൂൾ ആണെങ്കിൽ അബ്ലേറ്റ് ചെയ്യാം, കോൾഡ് നൊഡ്യൂൾ ആണെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്യണം. ഇനി TSH ആദ്യം തന്നെ നോർമലോ ഹൈ ആണെങ്കിൽ ഡയറക്ട്ലി ഗോ വിത്ത് അൾട്രാസൗണ്ട്. അപ്പൊ മനസ്സിലാവല്ലോ, ഇങ്ങനെയാണ് ഇൻവെസ്റ്റിഗേഷൻ. ഫസ്റ്റ് ക്ലിനിക്കൽ എക്സാമിനേഷൻ ക്വാർട്ടർഫുള്ളിൽ, സെക്കൻഡ് തൈറോയിഡ് ഫസ്റ്റ് ടെസ്റ്റിൽ TSH ചെയ്ത് നോക്കി, പിന്നെ അൾട്രാസൗണ്ട്. അൾട്രാസൗണ്ട് നെക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് 5-6 പോയിന്റ് എന്താ? ഇറ്റ് ഈസ് ഡൺ ടു ലുക്ക് ഫോർ ദ സൈസ് ഓഫ് ദ നൊഡ്യൂൾ, ഇറ്റ് ഈസ് സോളിഡ് ഓർ സിസ്റ്റിക്, എക്കോജൻസിറ്റി ഉണ്ടോന്ന് അറിയണം, കാൽസിഫിക്കേഷൻസ് ഉണ്ടോ, മൈക്രോ കാൽസിഫിക്കേഷൻ ഉണ്ടോ അറിയണം, മാർജിൻസ് നോക്കണം, ടോളർ ദാൻ വൈഡ് ഷേപ്പ് ആണെന്ന് അറിയണം, എക്സ്ട്രാ തൈറോയിഡൽ എക്സ്റ്റൻഷൻ, സെർവിക്കൽ ലിഫ്റ്റ്. ഇപ്പൊ ടോളർ ദാൻ വൈഡ് ഷേപ്പ്, എക്സ്ട്രാ തൈറോയിഡൽ എക്സ്റ്റൻഷൻ, മൈക്രോ കാൽസിഫിക്കേഷൻ, ഇറഗുലർ മാർജിൻസ്, ഹൈപ്പോ എക്കോയിക്ക്, ഇങ്ങനെയൊക്കെ പറയുന്നത് ആക്ച്വലി എന്താണ്, ദേ ആർ സജസ്റ്റീവ് ഓഫ് മാലിനൻസി. അപ്പം അതുകൊണ്ടാണ് അൾട്രാസൗണ്ട് ചെയ്യുന്നത്. അൾട്രാസൗണ്ട് ക്യാൻ ഓൾസോ ഗൈഡ് ഇൻ FNAC ആൻഡ് ഇവാലുവേഷൻ ഓഫ് സെർവിക്കൽ നോഡ്സ്. മനസ്സിലായോ? അപ്പോൾ അൾട്രാസൗണ്ട് അവിടെ കഴിഞ്ഞു. അടുത്ത് പറഞ്ഞാൽ അൾട്രാസൗണ്ട് ഗൈഡ് FNAC. അപ്പൊ മോസ്റ്റ് അക്യുറേറ്റ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ FNAC ആയിരിക്കും. അപ്പൊ അതിന് നമുക്ക് ബിനൈൻ ആണോ, നോൺ ഡയഗ്നോസ്റ്റിക് ആണോ, TPF അൺനോൺ സിഗ്നിഫിക്കൻസ് ആണോ, ഫോളിക്കുലർ നിയോപ്ലാസം ആണോ, സസ്പീഷ്യസ് ഫോർ ആണോ, മാലിഗ്നൻസി ആണോ എന്ന് പറയാം. ഇതാണ് ബെത്തിറ്റ്സ എന്നുള്ള നാലെണ്ണം. ബെത്തിറ്റ്സ എന്നുള്ള അൾട്രാസൗണ്ട് ഗ്രേഡ്. അപ്പം മറ്റേത് അതേപോലെ തൈറോയിഡ്സ് വഴി നമ്മൾ എന്ത് ചെയ്യും, തൈറോയിഡ് നൊഡ്യൂൾ അൾട്രാസൗണ്ട് ഗ്രേഡ് ചെയ്യും. നമ്മൾ ബെത്തിറ്റ്സ വഴി അതിന്റെ FNAC ക്ലാസിഫൈ ചെയ്യും. ഓക്കെ,
ഇനി FNAC ബേസ്ഡുള്ള മാനേജ്മെന്റ് എന്തായിരിക്കും? ബിനൈൻ ആണ് വരുന്നത്, ഒബ്സർവ് ചെയ്യുക, റിപ്പീറ്റ് അൾട്രാസൗണ്ട് എവരി 6 മന്തിൽ ചെയ്യും. സർജറി എപ്പോഴും ചെയ്യത്തുള്ളൂ. നോർമൽ തിയറി പറഞ്ഞാൽ മോർ ദാൻ 4 സെന്റിമീറ്റർ ഉണ്ടെങ്കിൽ മാത്രമേ സർജറി ചെയ്യേണ്ട ആവശ്യമുള്ളൂ എന്ന്. കോസ്മെറ്റിക് കൺസേൺസ്, പ്രഷർ സിംറ്റംസ്, പേഷ്യന്റ് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രം സർജറി ചെയ്താൽ മതി. ഇനി ഫോളിക്കുലർ നിയോപ്ലാസം കിട്ടി. അപ്പം FNAC എങ്ങനെയുണ്ട്? ഡിസ്റ്റിങ്വിഷ് ഫോളിക്കുലർ അഡിനോമ ഫ്രം ഫോളിക്കുലർ, അതെനിക്കെല്ലാം അറിയില്ല. അപ്പൊ അങ്ങനെയുള്ള കേസിൽ നമുക്ക് ബയോപ്സി എടുക്കണം. അപ്പൊ തൈറോയിഡിലെ മിനിമം ബയോപ്സി വിളിക്കുന്ന പേര് ഹെമിതൈറോയിഡക്ടമി ഓർ ഡയഗ്നോസ്റ്റിക് ലോബക്ടമി. അപ്പൊ മിനിമം ബയോപ്സിയും തൈറോയിഡ് എപ്പോഴും എന്തായിരിക്കും? ഹെമിതൈറോയിഡ്. അപ്പൊ ഫോളിക്കുലർ ആയിട്ട് എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്സുലോ വാസ്കുലർ ഇൻവെസ്റ്റ് അറിയണമെന്നുകൊണ്ട് നമ്മൾ ഹെമിതൈറോയിഡക്ടമി ചെയ്യും. മനസ്സിലായി? അപ്പൊ തൈറോയിഡിലെ സ്മാളസ്റ്റ് സർജറി ഹെമിതൈറോയിഡക്ടമി. ഇനി സസ്പീഷ്യസ് മാലിനാണ് നമ്മൾ ഡയറക്റ്റ് പ്രൊസീഡ് തൈറോയിഡ് സർജറി അക്കോർഡിംഗ് ടു ഹിസ്റ്റോളജി ആൻഡ് ഡിസീസ് എസ്റ്റന്റ്. നമ്മുടെ കേസിൽ 5 × 4 സെന്റിമീറ്റർ ഫേം സോളിറ്ററി യൂത്ത് തൈറോയിഡ്, നോഡില്ല, പ്രഷർ സിംറ്റംസ് ഇല്ല, റുട്ടസണൽ എക്സ്റ്റൻഷൻ ഇല്ല. അപ്പൊ നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ സെറം ടീസ് ചെയ്ത് വെക്കണം അല്ലേ? അപ്പൊ ടീസ് ചെയ്യാം. അപ്പോഴത്തേക്ക് മിക്കവാറും ഈ പേഷ്യന്റ് വരാൻ പോകുന്നത് ഹൈപ്പോ തൈറോയിഡ് ഫീച്ചേഴ്സ് ആയിട്ടായിരിക്കും വരിക. അതായത് TSH ഭയങ്കര ഹൈ ആയിരിക്കും. ഓക്കെ, അപ്പം T3 T4 ലോ ആയിരിക്കും. അങ്ങനെയുള്ള പേഷ്യൻ നമുക്ക് അൾട്രാസൗണ്ട്, ഹൈ റെസൊല്യൂഷൻ നെക്ക് അൾട്രാസൗണ്ട് വിത്ത് സെർവിക്കൽ നെഫിനോട് മാപ്പിംഗ് ചെയ്ത് വെക്കണം. അൾട്രാസൗണ്ട് കഴിഞ്ഞിട്ട് FNAC എടുക്കണം. ഓക്കെ, ഇനി അത്രേ ഉള്ളൂ. ഇതിനകത്ത് വേറെ നമ്മൾ ചെയ്യാനില്ല. ഇങ്ങനെ ജസ്റ്റ് ബേസിക് ആയിട്ടൊരു ഐഡിയ എടുക്കണം. ഇനി 1-2 എക്സാമിന് വന്ന് പോയെന്ന് ഹൈപ്പർ തൈറോയിഡിസം തൈറോയിഡോക്സിനുള്ള ഡിഫറൻസ് എന്താണ്? ഒരുപാട് പേർക്ക് ഡൗട്ട് ഉണ്ട്, എന്താ വ്യത്യാസം എന്ന്. ഇത്ര സാധനങ്ങൾ ഓർത്തത്. ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഗ്ലാൻഡ് ഒരുപാട് ഹോർമോൺ ഉണ്ടാക്കുന്നതിന് വിളിക്കുന്നതാണ് ഹൈപ്പർ തൈറോയിഡിസം. തൈറോയിഡ് ഗ്ലാൻഡ് ഈസ് ഹൈപ്പർ ആക്റ്റീവ് ആൻഡ് ഇറ്റ് സെക്രീറ്റ്സ് ലോട്ട് ഓഫ് ഹോർമോൺസ്. ഓക്കെ, സോ ഇറ്റ് ഇസ് ഡ്യൂ ടു ആൻ ഓവർ ആക്റ്റീവ് തൈറോയിഡ് ഗ്ലാൻഡ്. അപ്പം അതാണ് ഹൈപ്പർ തൈറോയിഡിസം. പിന്നെ തൈറോയിഡ് ടോക്സിക്കോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ക്ലിനിക്കൽ സ്റ്റേറ്റ് ആണ്, അത് ആർക്കും വരാം. ദർ ഇസ് എൻ എക്സസ് തൈറോയിഡ് ഹോർമോൺ ആക്ഷൻ. അപ്പൊ സോഴ്സ് നമുക്ക് അറിയത്തില്ല എവിടെ നിന്നാണ് വരച്ചത്. ഇറ്റ് ക്യാൻ ബി ഫ്രം സ്ട്രോമ ഓവറി, ഇറ്റ് ക്യാൻ ബി ഫ്രം അതർ കോസസ്, ഇറ്റ് ക്യാൻ ബി ഫ്രം എക്ടോപിക് തൈറോയിഡ്സ്. ഓക്കെ, അപ്പൊ ഏതെങ്കിലും ഒരു അൺനോൺ കോസ് വഴി നമ്മുടെ ബോഡി ഹൈ ലെവൽ ഓഫ് തൈറോയിഡ് ഉണ്ടെങ്കിൽ ഇറ്റ് ഇസ് കോൾഡ് തൈറോയിഡോക്സിക്കോസിസ്. പക്ഷേ തൈറോയിഡ് ഹോർമോൺ കാരണം വരണം, ഇറ്റ് ഇസ് ഹൈപ്പർ തൈറോയിഡിസം. അത്രയുള്ള പ്രത്യേകത. അപ്പൊ ഹൈപ്പർ തൈറോയിഡിസം ആണ് റേഡിയോയിഡിൻ അപ്ടേക്ക് എടുക്കുമ്പോൾ ഇൻക്രീസസ് ആണ്. ഡിസീസ് ടോക്സിക് എൻമെൻസി, ടോക്സിക് അഡിനോമേക്കാൾ ഹൈപ്പർ തൈറോയിഡിസം. തൈറോയിഡോക്സിക്കോസിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും എക്സസ് ആയിട്ട് ബോഡിയിൽ തൈറോയിഡ് ഹോർമോൺ ഉണ്ടാകുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, അത് നിങ്ങൾക്ക് ചോദിക്കുന്ന ഒരു സാധനമാണ്. പിന്നെ ഇതേ ഉള്ളൂ, ഹൈപ്പർ ഫംഗ്ഷനിങ് ഗ്ലാൻഡ് ആണ് ഹൈപ്പർ തൈറോയിഡിസം. ടോക്സിക് എഫക്ട് ഓഫ് എക്സസ് ഹോർമോൺസ് ആണെങ്കിൽ തൈറോയിഡോക്സിക്കോസിസ്. പിന്നെ ഹൈപ്പർ തൈറോയിഡിസം തൈറോയിഡോക്സിക്കോസിനകത്തും രണ്ടിലും കോമൺ ആയിട്ടുള്ള അസുഖമാണ് ഗ്രേവ്സ് ഡിസീസ്. ഗ്രേവ്സ് ഡിസീസ് പറഞ്ഞാൽ തൈറോയിഡ് റിസപ്റ്റർ സ്റ്റിമുലേറ്റിംഗ് ആന്റിബോഡീസ് കാരണം തൈറോയിഡ് ഗ്ലാൻഡ് ഓവർ സ്റ്റിമുലേറ്റഡ് ആവും. ഇതേ പേഷ്യൻസിൽ എന്തൊക്കെ വരാം? ഒപ്താൽമോപ്പതി, തൈറോയിഡ് ഗോയിറ്റർ വരാം. പിന്നെ ഒപ്താൽമോപ്പതി, തൈറോയിഡ് ഐ ഡിസീസ് എന്ന് പറയാം. പിന്നെ തൈറോയിഡ് മിക്സഡിമ വരാം അല്ലെ? തൈറോയിഡ് ഡെർമോപ്പതി, തൈറോയിഡ് എക്രോപാക്കി, ഈ സാധനങ്ങളെല്ലാം ഇവർക്ക് വരാം. ഇതാണ് ഗ്രേവ് ഡിസീസിലുള്ളത്. തൈറോയിഡ് ഡിസീസിനകത്ത് ഐ സൈൻസ് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ആർക്കെങ്കിലും ഒന്ന് പെട്ടെന്ന് അറിയാം? എന്തുകൊണ്ടാണ് തൈറോയിഡ് ഡിസീസിൽ ഐ സൈൻസ് വരുന്നത്? അൺമ്യൂട്ട് ചെയ്ത് പറയാമോ? വൈ ഡു യു ഗെറ്റ് ഐ സൈൻസ് ഇൻ തൈറോയിഡ് ഹൈപ്പർ തൈറോയിഡിസം? സ്റ്റെയറിംഗ് ഓഫ് ഐസ് ഇല്ലേ? സ്റ്റെയറിംഗ് ഓഫ് ഐസ് ഈസ് കോൾഡ് ഡയറയിൽ ഇമ്പൾസ് സൈൻ. ബേസിക്കലി എന്ന് പറഞ്ഞാൽ തൈറോയിഡ് ഐ ഡിസീസിന്റെ മെയിൻ കാരണം ഹൈപ്പർ തൈറോയിഡിസം കാരണം തൈറോയിഡ് ഹോർമോൺ ഒരുപാട് കൂടുതലല്ലേ ബോഡിയിൽ. അതുകൊണ്ട് നമ്മുടെ സിമ്പതറ്റിക് ആക്ടിവിറ്റി ഭയങ്കര കൂടുതലായിരിക്കും.